എനിക്ക് 1500 വെച്ച് വരും. എനിക്ക് വണ്ടി ഇറക്കാൻ വേണ്ടി ഒരു ദിവസം താമസമില്ല. ഊപ്പറും മതക്കേടും വന്നേനെ കോടതി കയറില്ലേ. അമ്മയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. എനിക്ക് മനസ്സാക്ഷിയുണ്ട്. ഞാൻ പട്ടാളക്കാരൻ. എൻ്റെ അച്ഛൻ കർത്താവ് എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ അടിക്കാനും പിടിക്കുമെന്നും പറയുന്നത് എന്നെ നശിപ്പിക്കും, മറ്റത് ചെയ്യും, മറിച്ച് ചെയ്യും പറഞ്ഞിട്ട് എന്നെ കുറേ ഭീഷണിപ്പെടുത്തി. ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്. ഞങ്ങൾക്കിത് നഷ്ടപ്പെട്ടു പോയി. മൂന്ന് മാസമായി ഞങ്ങളിത് തുടങ്ങിയിട്ട് 1.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. നമസ്കാരം. ചുവട് ന്യൂസിൽ നിന്ന് നിൽക്കുന്ന മറ്റൊരു വാർത്തയുമായി കാഞ്ഞിരത്തുമൂട് പാറക്കട. നിങ്ങൾക്കറിയാം, ഇന്നലെ ഞങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു കാറ് ഒരു കടയിലേക്ക് ഇടിച്ചു കയറുന്നു. 4-ാം തീയതി രാത്രി 12 മണിയോടുകൂടി പാറക്കാട് സ്ഥിതി ചെയ്യുന്ന ഈ കട, അതായത് ശ്രീമുരുകൻ പൊരുപ്പ് കടയിൽ ഒരു കാറ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. ഇതൊരു വലിയ വളവാണ്. ഈ വളവിൽ നേരത്തെയും ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ വളവ് നമ്മൾ നോക്കുമ്പോൾ ഈ വണ്ടി വന്ന സ്പീഡും എല്ലാം ഇന്നലെ CCTV ദൃശ്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ പുറമെ നമ്മൾ ഇപ്പോൾ തന്നെ കാണുമ്പോൾ ഈ വാഹനം വന്നിരിക്കുന്ന പിന്നെ അതിൻ്റെ ടയറിൻ്റെ അടയാളം സഹിതമുണ്ട്. നേരെ ഈ കടയിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. 1.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് വിജയകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ കട അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായി കരുതുന്നത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം രാവിലെ, അതായത് 4-ാം തീയതി രാത്രി 12 മണിക്ക് ഈ സംഭവം നടന്ന് പുള്ളി അറിഞ്ഞില്ല. രാവിലെ ഭക്ഷണ സാധനങ്ങളുമായി കടയിൽ കച്ചവടത്തിനെത്തുമ്പോഴാണ് തൻ്റെ ഈ കട ഇടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരു സ്ഥിതി കണ്ടത്. തീർച്ചയായും അതിനെ തുടർന്ന് പുള്ളി കടക്കൽ സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നു. കടക്കൽ സ്റ്റേഷനിലെ CA പറയുന്നു ഇത് ചിതറ സ്റ്റേഷനിലാണ്. അങ്ങനെ ചിതറ സ്റ്റേഷനിലെത്തി അദ്ദേഹം ചിതറ സ്റ്റേഷനിൽ പരാതി നൽകി. ചിതറ സ്റ്റേഷനിൽ CAയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് കട നന്നാക്കി പഴയ സ്ഥിതിയിലാക്കി കൊടുക്കാമെന്ന് CAയുടെ നേതൃത്വത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാറ് ഇടിച്ച് ഇത്രയും ഈ കട നഷ്ടപ്പെടുത്തി 1.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്നെടുത്ത ഈ വ്യക്തിയുടെ കടയിൽ വൈകുന്നേരം ഈ കാർ ഇടിച്ച ആളെന്ന് പറയുമ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഉൾപ്പെടെയാണ് നമുക്കിവിടെ ഇവിടുത്തെ നാട്ടുകാരുടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അയാൾ ഈ കടയിലെത്തി ഈ വ്യക്തിയെ ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം നിങ്ങളുടെ കട ഇനി ഞാൻ പണിഞ്ഞു തരില്ല, എന്ത് വേണോ നിങ്ങൾ ചെയ്തോ, ഈ പാവപ്പെട്ട വിജയേട്ടൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും 1.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തൻ്റെ ജീവിതമാർഗത്തെ നയിക്കാൻ ജീവിതമാർഗം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കട അദ്ദേഹം ഉണ്ടാക്കിയത്. തീർച്ചയായും പാരാത്രി മദ്യപിച്ച് ഈ കട ഇടിച്ചു പൊളിക്കുമ്പോൾ അത് ഒരാളുടെ ജീവിതം തകർക്കുകയാണ്. 4-ാം തീയതി രാത്രി 12:30 മണിക്കാണ് ഈ കടയിൽ കാറ് കയറി ഇടിക്കുന്നത്. കാറിടിച്ച് പെട്രോളിങ്ങിന് വന്ന പോലീസ് വന്ന് കണ്ട് നിർത്തി അവർ കടയ്ക്കൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഞാൻ ബിസിനസ്സിനായി സാധനമായിട്ട് വരുമ്പോൾ കട ഇടിച്ച് തകർത്തിട്ടേക്കുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ കടയ്ക്കൽ സ്റ്റേഷനിൽ ചെന്ന് CA കണ്ട് കാര്യം ചോദിച്ചാൽ പറഞ്ഞ് വണ്ടി ഇവിടെയുണ്ട്, നിങ്ങൾ ചിതറ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞ് ചിതറ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് രാവിലെ പരാതി കൊടുത്തു. വൈകുന്നേരം 4 മണിക്ക് വരാമെന്ന് പറഞ്ഞു. പ്രതികൾ വന്നില്ല. ഞാൻ 4:30 വന്ന് CA കണ്ട് സംസാരിച്ച് കട പണിഞ്ഞു തരാം, ഞാൻ 50,000 രൂപ നഷ്ടപരിഹാരം ചോദിച്ചിട്ട് അവർ തന്നില്ല. ലാസ്റ്റിൽ പറഞ്ഞ് അവർ കട പണിഞ്ഞു തരാമെന്ന് എഴുതി ഒപ്പിടിപ്പിച്ച് വാക്കാൽ. എന്നിട്ട് അവർ അതിനുശേഷം ഇവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ അടിക്കാനും പിടിക്കുമെന്നും പറയുന്നത് എന്നെ നശിപ്പിക്കും, മറ്റത് ചെയ്യും, മറിച്ച് ചെയ്യും പറഞ്ഞിട്ട് എന്നെ കുറേ ഭീഷണിപ്പെടുത്തി. ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്. ഞങ്ങൾക്കിത് നഷ്ടപ്പെട്ടു പോയി. മൂന്ന് മാസമായി ഞങ്ങളിത് തുടങ്ങിയിട്ട് 1.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ ഈ രീതിക്ക് ഇടിച്ച് തകർത്തിട്ടൊക്കെയാണ്. ഇന്ന് വിളിച്ചപ്പം പറഞ്ഞ് നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും സ്റ്റേഷനിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അവൻ വേറെ ഒന്നും ചെയ്ത് തരില്ല എന്നാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കട പഴയ സ്ഥിതിയിലേക്ക് ആക്കി കൊടുക്കുവാൻ, പുതിയൊരു കച്ചവടം നടത്തുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുകൂടിയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. തീർച്ചയായും വല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. തീർച്ചയായും 1.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഇത്തരത്തിലൊരു കട നടത്തുന്ന ഈ കടയെ പാരാത്രി ഒരു കാർ ഇടിച്ച് പറ്റിപ്പോയി എങ്കിൽ പോലെ ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വന്ന് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായത്. തീർച്ചയായും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുക.